എന്തായാലും ഇലക്ഷനും തോറ്റു, ഇനിയൊരു പ്രസിഡന്റ് ആവാനും പറ്റില്ല. എന്നാൽ ഞാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് മാക്സിമം പണി കൊടുത്തിട്ട് പോവാന്നാണ് ജോ ബൈഡൻ വിചാരിക്കുന്നത് തോന്നുന്നു. പുള്ളിയുടെ ഒരു അവസ്ഥ വെച്ച് ഇത്രയൊക്കെ ആലോചിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ആരൊക്കെ വന്നാലും വിചാരിക്കുന്നുണ്ട് ഈ കാര്യം. ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനൊക്കെ ജയിച്ചെങ്കിലും ഇത് കറക്റ്റായിട്ട് ഈ അടുത്ത സ്ഥാനം കിട്ടുക ജനുവരിയിലാണ്. ഒരു മാസം സമയമുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജോ ബൈഡൻ മാക്സിമം പണി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ട്രംപിന്റെ മെയിൻ സംഭവം, ഞാൻ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ യുദ്ധം അപ്പം അവസാനിപ്പിക്കുന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ബൈഡൻ ഇപ്പൊ എന്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉക്രൈനിന് ലോങ് റേഞ്ച് മിസൈൽസ് യൂസ് ചെയ്യാനുള്ള അനുവാദം ഇല്ലായിരുന്നു ഇത്രയും കാലം. ലോങ് റേഞ്ച് മിസൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടല്ലോ, ഈ 300 കിലോമീറ്റർ ഒക്കെ പോകുന്ന മിസൈൽസ് ഉണ്ടല്ലോ, അതായത് റഷ്യന്റെ അകത്ത് റഷ്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അത് എന്തിനാണ് അമേരിക്കയുടെ അനുവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കക്കാരാണ് ഈ വെപ്പൺസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ മിസൈൽ തരുന്നവരുടെ അനുവാദം വേണമല്ലോ ഇതൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ അനുവാദം ഇത്രയും കാലം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കൊടുത്തിട്ടേ ഇല്ല. അവസാനം ഇലക്ഷൻ ഒക്കെ തോറ്റപ്പോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു സമയത്ത് അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ റഷ്യക്കാർ എന്താ ചെയ്യുന്നത്, നോർത്ത് കൊറിയയിൽ നിന്ന് സോൾജേഴ്സിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവർക്ക് ചൈനീസ് മിസൈൽസും ഇറാനിയൻ ഡ്രോൺസും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അമേരിക്കൻ മെയ്ഡ് ഒരു മിസൈൽ ഉക്രൈൻകാർ റഷ്യന്റെ അകത്ത്, റഷ്യന്റെ ഒരു മേജർ സിറ്റിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ പരം ഇനി ഒരു വാർ എസ്കലേഷൻ ഇവിടെ കാണാൻ നമുക്ക് പറ്റില്ല. അത് ആക്ട് ഓഫ് വാർ ആയിട്ട് പ്രഖ്യാപിക്കും. പിന്നെ ഒരു പോക്കാണ് അങ്ങോട്ട്.